പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചതിൽ ആഹ്ലാദിക്കാനും ദുഃഖിക്കാനുമില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. താൻ അവാർഡിന് അർഹനാണോ എന്ന് സംശയമുണ്ട്. അവാർഡ് കിട്ടിയതിൽ നല്ലത് പറയുന്നവരും ചീത്ത പറയുന്നവരും ഉണ്ടാകാമെന്നും ഗുരുവിന്റെ പാദങ്ങളിൽ പുരസ്കാരം സമർപ്പിക്കുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. അപ്പോൾ നൽകി സന്തോഷമുണ്ട്. ഇങ്ങനെയൊരെണ്ണം ഉണ്ടെന്നോ ഇങ്ങനെ മൂവ്മെൻ്റ് ഉണ്ടെന്നോ സത്യമായിട്ടും ഗുരുനാമത്തിൽ എനിക്കറിയില്ല. അത് ലഭിക്കുവാൻ പ്രാപ്തരാക്കിയ ബഹുജനങ്ങളെ അവർക്ക് ഇവിടെ അവകാശപ്പെട്ടതാണ്. എനിക്കിന്ന് യാതൊരു അവകാശമില്ല. ഞാനൊരു നിമിത്തമെന്ന നിലയിൽ പ്രവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത്ര മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാനുള്ളൂ. ആദ്യം പറഞ്ഞ് വധിക്കാനും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ കിട്ടിയ അവാർഡിന് ഒരു ഇരട്ടി മധുരമുണ്ട്. 2025 മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് നടൻ മമ്മൂട്ടി ഏറ്റുവാങ്ങി. മലയാള സിനിമ കഴിവുകളുടെ ഖനിയാണെന്നും കാണാൻ ആളുള്ളതുകൊണ്ടാണ് നല്ല കഥകൾ മലയാളത്തിൽ ഉണ്ടാകുന്നതെന്നും പുരസ്കാരവേദിയിൽ മമ്മൂട്ടി പറഞ്ഞു. അവാർഡിനായി ഒപ്പം മത്സരിച്ച ആസിഫ് അലിയും ടൊവിനോ തോമസും തന്നേക്കാൾ 1 മില്ലിമീറ്റർ പോലും താഴെ പോയിട്ടില്ല. പ്രായത്തിന് മുതിർന്നതായതുകൊണ്ടാവാം തനിക്ക് പുരസ്കാരം നൽകിയതെന്നും മമ്മൂട്ടി പറഞ്ഞു. പുരസ്കാരങ്ങൾ എപ്പോഴും ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനമാണ്. എൻ്റെ കൂടെ നടന്മാരായി സ്പെഷ്യൽ ജൂറി മെൻഷൻ കിട്ടിയ ആസിഫും ടൊവിനോയൊന്നും എന്നേക്കാൾ 1 മില്ലിമീറ്ററിന്റെ ഒരു ഭാഗം പോലും താഴെയല്ല. അവരെനിക്കൊപ്പമാണ്. പ്രായത്തിൽ മൂത്തതായതുകൊണ്ട് മറ്റേ എനിക്ക് കിട്ടിയതാണ്. മലയാളത്തിലെ സിനിമയിൽ ഇനിയും ഒരുപാട് വലിയ ഒരു എന്താ പറയുക, ഒരു കഴിവുകളുടെ ഒരു ഖനിയാണ് മലയാള സിനിമ. ഈ ഖനിയിൽ നിന്ന് ഇനി ഒരുപാട് നിധികൾ കോരിയെടുക്കാനുണ്ട്. അങ്ങനെ കോരിയെടുക്കപ്പെടുന്ന നിധികൾ നല്ല സിനിമകളായി, നല്ല അഭിനയമായി, നല്ല സംഗീതമായി, നല്ല കഥയും കഥാപാത്രങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിലൊരു ഭാഗമാകാൻ എനിക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പുരസ്കാരത്തിന് ഇതിനെന്നെ തിരഞ്ഞെടുത്ത ജൂറി അംഗങ്ങളോടും ഇതെനിക്ക് തന്ന കേരള ഗവൺമെന്റിനോടും എനിക്കുള്ള അഭേദവുമായ നന്ദി. റിപ്പബ്ലിക് ദിന ആശംസ നേർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നമ്മുടെ ഭരണഘടന ലോകത്തെ ഏറ്റവും മികച്ച ജനാധിപത്യം വിഭാവനം ചെയ്യുന്നതാണെന്ന് രാഷ്ട്രപതി റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു. സ്ത്രീകൾ രാജ്യ പുരോഗതിയുടെ എല്ലാ തലങ്ങളിലും പങ്കാളിത്തം വഹിക്കുന്നു. ICC വിമൻ ക്രിക്കറ്റ് ലോകകപ്പും ബ്ലൈൻഡ് ലോകകപ്പും നേടിയ താരങ്ങളെ അഭിനന്ദിച്ച രാഷ്ട്രപതി ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന ശ്രീനാരായണ ഗുരു ദർശനത്തെയും പരാമർശിച്ചു. केरल में जन्मे महान कवि, समाज सुधारक और आध्यात्मिक विभूति श्री नारायण गुरु के अनुसार उस स्थान को आदर्श माना जाता है जहां जाति और पंथ के भेदभाव से मुक्त होकर सभी लोग बंधुत्व के साथ रहते हैं. मैं श्री नारायण गुरु के इस विचार को उनकी भाषा में दोहराने का प्रयास करती हूँ. जाति भेदम मोतो देशम एदुम इल्ला देशर्बरुम शोध रत्तेन्न बाडुन्न मातृ का स्थानो मानित. ये गर्व की बात है कि आज का भारत नए आत्मविश्वास के साथ अपने गौरवशाली परंपराओं के प्रति सचेत होकर आगे बढ़ रहा है. हाल के वर्षों में हमारी आध्यात्मिक परंपरा के पवित्र स्थलों को जन चेतना के साथ जोड़ा गया है. അതിവേഗ റെയിൽപാത സംബന്ധിച്ച് സർക്കാരിൽ അവ്യക്തത. റെയിൽവേ ചുമതലയുള്ള മന്ത്രി എന്ന നിലയ്ക്ക് തന്റെ മുന്നിലേക്ക് ഒരു ഫയലും വന്നിട്ടില്ലെന്ന് വി. അബ്ദുറഹ്മാൻ ഇന്ന് പ്രതികരിച്ചു. മെട്രോ വിഭാഗത്തിലാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ കീഴിലാണ് വരുന്നത്. അതേക്കുറിച്ചും തനിക്കറിയില്ല. അതേസമയം നാടിന് ഗുണമുള്ള എല്ലാ സേവനവും വരണം, അത് വെറും വാക്കായി പോവരുത്, ഇലക്ഷൻ കണ്ടുള്ള പറച്ചിലാവരുതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം സർക്കാരിന്റെ അതിവേഗ റെയിൽപാത പദ്ധതിയെ പിന്തുണച്ച് VD സതീശൻ രംഗത്തെത്തി. സിൽവർ ലൈനിനെ എതിർത്തത് പാരിസ്ഥിതിക സാമ്പത്തിക വിഷയങ്ങളുടെ പേരിലാണെന്നാണ് വിശദീകരണം. കൃത്യമായ DPR സർക്കാരിന് ഇല്ലായിരുന്നു. ആ എതിർപ്പിനർത്ഥം കേരളത്തിൽ അതിവേഗ റെയിൽ വേണ്ട എന്നല്ല, ബദലുകൾ പരിശോധിക്കട്ടെ എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ശ്വാസതടസ്സമുള്ള രോഗിയെ എത്തിച്ചപ്പോൾ ആശുപത്രിയുടെ പ്രവേശന കവാടം പൂട്ടി ജീവനക്കാർ ഉറങ്ങി എന്ന ആരോപണത്തിൽ തെളിവായ ദൃശ്യങ്ങൾ. വെളുപ്പിൽശാല കൊല്ലംകോണം സ്വദേശി ബിസ്മീർ മരിച്ചത് ചികിത്സ വൈകിയത് മൂലമെന്നായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. വെളുപ്പിൽശാല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉയർന്നത്. 19-ന് പുലർച്ചെ 1 മണിക്കാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് ബിസ്മീറിനെ വെളുപ്പിൽശാല ആശുപത്രിയിൽ എത്തിക്കുന്നത്.
കവാടം പൂട്ടി ജീവനക്കാർ ഉറങ്ങിയത് മൂലം ചികിത്സ വൈകുകയും രോഗിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുമാണ് ബന്ധുക്കൾ പറയുന്നത്. ഈ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. ദൃശ്യങ്ങളിൽ കടുത്ത ശ്വാസതടസ്സമുള്ള ബിസ്മിർ വാതിൽ തുറക്കാനായി അഭ്യർത്ഥിക്കുന്നതടക്കം കാണാം. സംഭവത്തിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. എസ് രാജേന്ദ്രനെതിരെ കൊലവിളി പ്രസംഗവുമായി എം മണി. പാർട്ടിയെ വെല്ലുവിളിച്ചാൽ താനായാലും തല്ലിക്കൊല്ലണമെന്നും രാജേന്ദ്രൻ ചത്തുപോയാൽ ഭാര്യയ്ക്ക് പെൻഷൻ കിട്ടുമെന്നും അടക്കം CPM നേതാവ് പറഞ്ഞു. ജീവിതകാലം മുഴുവൻ MLA പോകാൻ പറ്റുമോ? അങ്ങനെ ചരിത്രമുണ്ടോ? ഇവിടെ എന്നും ഇതൊരു പ്രശ്നമാണ്, എന്നും ഇതൊരു പ്രശ്നമാണ്. തമാശല്ല. ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയല്ലോ. പാടം ഉണ്ടാക്കി കഷ്ടപ്പെട്ട് കടം മേടിച്ച് ഇവരെയൊക്കെ ജയിപ്പിക്കാൻ പോവാ, കാട് വിടും. അതേമാതിരി മഴ പോകണമെന്നുള്ള ഏർപ്പാട്. അത് ഇവിടുത്തെ കാക്കം ഞങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് എൻ്റെ അഭിപ്രായം. വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രാജേന്ദ്രൻ ഇപ്പോ എവിടെയാക്കും? BJPയുടെ ഓഫീസിൽ പോയി മെമ്പർഷിപ്പ് എടുത്തു. അത് ഞങ്ങൾക്ക് നമ്പില്ല. അത് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ അതിൽ എവിടെ പോയി തുടങ്ങിയാലും ഞങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ? BJP പോയി കൂടുവോ? RSS പോയി കൂടുവോ? അതിനപ്പുറം വേറെ വല്ല സംഘത്തിൽ പോയി കൂടുവോ? അതൊന്നും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രശ്നങ്ങളല്ല. ഒന്ന്. രണ്ട്, BJP ചെന്ന് ചേർന്നെന്നും പറഞ്ഞ് ഞങ്ങളുടെ മെക്കെട്ട് കയറാൻ വന്നാൽ ഞങ്ങള് പണ്ട് ചെയ്യാൻ മടുത്ത കാര്യങ്ങളല്ല, ആവശ്യമില്ലാത്ത കാര്യമല്ല, ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞാൻ എന്നോട് വഴക്കുണ്ടാക്കാനോ ഒന്നും ഒരു താല്പര്യമില്ല. അത് പുകന്റെ കൊള്ളി പുറത്താണ്. പിന്നെന്താ? അത് തന്നെ. എം മണിയുടെ ഭീഷണി പ്രസംഗത്തിൽ മറുപടിയുമായി BJP രാജേന്ദ്രന്റെ മേൽ പൂഴി മണൽ വീഴാൻ അനുവദിക്കില്ലെന്നും എം മണിയുടെ പണി ഇങ്ങോട്ട് വേണ്ടെന്നും BJP നേതാവ് N ഹരി പ്രതികരിച്ചു. മണിയുടെ പരാമർശം നേതാക്കളുടെ അറിവോടെയാണെന്നും ഹരി ആരോപിച്ചു. NSSനെ അനുനയിപ്പിക്കാൻ BJP. പെരുന്നയിലെത്തിയ NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമായി ഇന്ന് PS ശ്രീധരൻപിള്ള ചർച്ച നടത്തി. സൗഹൃദ സന്ദർശനമെന്നായിരുന്നു ശ്രീധരൻപിള്ളയുടെ വിശദീകരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് മത്സരിക്കാൻ താൽപര്യമില്ലെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു. ചെങ്ങന്നൂരിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തന്നോട് ആരും സംസാരിച്ചിട്ടില്ല, താൻ ആരോടും അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. NSS SNDP ഐക്യത്തിൽ കാര്യങ്ങൾ തീരുമാനമായ ശേഷം പ്രതികരിക്കാമെന്നും ശ്രീധരൻപിള്ള കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിൽ TVK ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അധ്യക്ഷൻ വിജയ്. ആരുമായും സഖ്യത്തിനില്ലെന്നാണ് പ്രഖ്യാപനം. DMK സർക്കാരിനെ ഭരണത്തിൽ നിന്ന് തൂത്തെറിയണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഒരു സമ്മർദ്ദത്തിനും താൻ വഴങ്ങില്ല എന്നായിരുന്നു സിനിമാ റിലീസും CBI അന്വേഷണവും പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ട് വിജയുടെ പ്രതികരണം. മഹാബലിപുരത്ത് നടന്ന TVK ഭാരവാഹികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വിജയ്. இந்த ஊழல் சக்தியா இருக்கட்டும், ரெண்டு பேரும் தமிழ்நாட்டை ஆண்டவே கூடாது. அப்படிப்பட்ட இந்த கட்சிகளை உண்மையா தில்லா எதிர்க்கிற அந்த கட்ஸும் கெத்தும் நம்ம கிட்ட மட்டும்தான் இருக்கு. அதனால நீங்க என்ன சூழ்ச்சி நம்ம மேல பண்ணாலும், என்ன அழுத்தம் நீங்க கொடுத்தாலும், இந்த அடங்கி போறதுக்கோ, இந்த அண்டி பொழைக்கிறதுக்கோ, இல்ல இந்த அடிமையா இருக்கிறதுக்காலாம் நம்ம அரசியலுக்கு வரல. പ്രമുഖ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ മാർക്ക് ടൊള്ളി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. ന്യൂഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏറെക്കാലമായി അസുഖബാധിതനായിരുന്ന മാർക്ക് ടൊള്ളിയെ കഴിഞ്ഞ ആഴ്ചയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ത്യ ഇൻ സ്ലോ മോഷൻ, ദ ഹാർട്ട് ഓഫ് ഇന്ത്യ അടക്കം ഒട്ടേറെ പുസ്തകങ്ങൾ ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹം രചിച്ചിട്ടുണ്ട്. 2005 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചു. 1971 ബംഗ്ലാദേശ് യുദ്ധം, അടിയന്തരാവസ്ഥ, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും വധങ്ങൾ, സിഖ് വിരുദ്ധ കലാപം, ബാബറി മസ്ജിദ് തകർക്കൽ എന്നിവ അടക്കം ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ സംഭവങ്ങൾ ടൊള്ളി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് MPമാർ മത്സരിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. നിലവിൽ 2-3 MPമാർക്ക് അവസരം നൽകിയേക്കുമെന്നാണ് സൂചന. ഇതിൽ അടൂർ പ്രകാശ്, K സുധാകരൻ, ഷാഫി പറമ്പിൽ എന്നിവരാണ് സാധ്യതാ പട്ടികയിൽ മുന്നിലുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.